വെൽക്കം ബാക്ക് ടു അനദർ ട്രാവൽ വ്ലോഗ്. ഇത് വെറും ഒരു ട്രാവൽ വ്ലോഗ് അല്ല കേട്ടോ, ഞങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. കൂടെ കട്ട സപ്പോർട്ടിന് ഞങ്ങളുടെ കെട്ടിയന്മാരും ഉണ്ട്. ഞങ്ങളുടെ ഈ അലഞ്ഞു തിരിഞ്ഞ് നടപ്പിൻ്റെ ഉദ്ദേശം വഴിയേ പറയാം. ദീപാവലിയുടെ തലേ ദിവസമായിരുന്നു ഞങ്ങളുടെ ഈ പോക്ക്. വഴിനീളെ അതിൻ്റെ ഡെക്കറേഷൻസ് ആയിരുന്നു. ഡെക്കറേഷൻസ് മാത്രമല്ല, നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കലാപരിപാടി തുടങ്ങുന്നതിന് മുന്നേ ഐശ്വര്യമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ ഒരു ചെറിയ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിങ് ഇതേ ഇവിടെ തുടങ്ങുവാണ്. പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി എല്ലാം ഞങ്ങൾ 3 പേരും ചെക്ക് ചെയ്തിട്ടാണ് ഓരോന്നും പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടൈമും എടുത്തു. ഞങ്ങൾ ആദ്യം കയറിയ കടയിൽ തന്നെ ജ്വല്ലറീസിൻ്റെ ഒപ്പം തന്നെ നിറയെ ഹെയർ ആക്സസറീസും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് പർച്ചേസിങ് കഴിഞ്ഞു. ഇനി കുറച്ച് ട്രഡീഷണൽ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അലഞ്ഞു തിരിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു ഷോപ്പ് കിട്ടി. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നാട്ടിലെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പല ഐറ്റംസും നമുക്കിവിടെ കാണാൻ പറ്റി. ഞങ്ങളുടെ ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ ബോറടിച്ച് ഫോണും കുത്തിയിരിപ്പായി. പിന്നെ കയറിയ കടകളിലൊന്നും ഫോൺ എടുക്കാനോ റെക്കോർഡ് ചെയ്യാനുള്ള ഗ്യാപ്പ് പോലും കിട്ടിയില്ല. അങ്ങനെ ഫസ്റ്റ് ഡേയുടെ പർച്ചേസിങ് കഴിഞ്ഞു. 3 ആൾക്കും കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ഉള്ള കാരണം പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പർച്ചേസിങ് അവസാനിപ്പിച്ച് തിരിച്ചു വന്നു. ഫസ്റ്റ് ഡേ വാങ്ങിച്ച ഐറ്റത്തിൻ്റെ ബില്ല് ചെക്ക് ചെയ്യലാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ വിൽക്കാൻ വാങ്ങിച്ച ഐറ്റംസ് ഞങ്ങൾ തന്നെ എടുക്കുമെന്നാണ് ഞങ്ങളുടെ പേടി. പെണ്ണുങ്ങളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. പർച്ചേസ് ഡേ 2 ആർക്കാണോ ഓഫ് ഉള്ളത് അവരായിരിക്കും ഞങ്ങളുടെ സാരഥി. ഇന്നത്തെ ലോട്ട് വീണത് എൻ്റെ കെട്ടിയോനാണേ. സെക്കൻഡ് ഡേ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തത് ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസിനായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ഡ്രസ്സ് മാറാനുള്ള ഗ്യാപ്പ് പോലും കിട്ടുന്നില്ല ഒന്നിനും. ഒരു ചെറിയ റീൽ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് ഞങ്ങൾ. ഞങ്ങളുടെ അഭിനയം കണ്ട് ഇനി വല്ല ഓസ്കാറും കിട്ടിയാലോ എന്ന് പേടിച്ച് ആ റീൽ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അല്ലാതെ പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. അങ്ങനെ കുറച്ച് നാളത്തെ സ്ട്രഗിളിന് ശേഷം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ജ്വല്ലറി ബ്രാൻഡ് തുടങ്ങാൻ പോവാണ്. അതിന് മുന്നേ എല്ലാവരോടും പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ അമ്പലത്തിൽ പോയി, അത് കഴിഞ്ഞ് നേരെ പള്ളിയിലും പോയി. എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടായാൽ മാത്രം മതി. ഇപ്പോൾ ആണെങ്കിൽ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജ്വല്ലറി ബ്രാൻഡും ക്ലോത്തിങ് ബ്രാൻഡ് ഓണേഴ്സും മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ ചെറിയ ബ്രാൻഡും കൂടെ വളർന്നു വരാൻ നിങ്ങളും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ജീവിതം പരീക്ഷയെന്ന നേരറിഞ്ഞു പുഞ്ചിരിച്ച് ഉള്ളിൽ ആശിച്ചൊരുന്നമെത്തണം. കണ്ണീരില്ലാത്ത നാളിലെത്തണം. പൂജ്യത്തിൽ നിന്നു മുന്നിലെത്തുവാൻ ഇത്രയും നേരമോ ഇത്രയും ദൂരമോ. ഉള്ളിൽ ആശിച്ചൊരുന്നമെത്തണം.